തുമ്പപ്പൂ പോലത്തെ മുഖം. ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ അസഹ്യമായ ചൂട് കൊണ്ട് ഫേസിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വെന്തു പോകുന്ന പോലത്തെ ഒരു ഫീലിങ്സ്, പെട്ടെന്ന് കളർ കുറയുക, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ, എക്സ്പെഷ്യലി ഇൻ ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് കുറച്ച് ഏജ് ആയെന്നുള്ള സയൻസ് നമുക്ക് തോന്നൽ വരുന്നത്, അയ്യോ എൻ്റെ ഫേസിൽ വയസ്സായല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ ചെറിയ കുഴികൾ വീഴും നമ്മളുടെ ഫേസിൽ. ചെറിയ ചെറിയ കുഴികൾ, അതായത് ഓപ്പൺ പോസ് പോലെ അങ്ങനെ അല്ലാത്തതായിട്ടുള്ള കുഴികൾ വീഴുക, ചെറിയ ചെറിയ പാടുകൾ അവിടെ കണ്ടു തുടങ്ങുക. നമ്മളത് മറുകാണെന്ന് വിചാരിച്ചതിനെ വിടും, എന്നിട്ട് അത് വലുതാകാൻ തുടങ്ങും, പടരാൻ തുടങ്ങും. ചെറിയ ചെറിയ വരകൾ നമ്മളുടെ നെറ്റിയിലോ അല്ലെ കണ്ണിൻ്റെ സൈഡിലോ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലോ ഒക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ വരകളൊക്കെ ഉണ്ടാകും. ചെറിയതായിട്ടായിരിക്കും കാണുക, അതിനെ നമ്മൾ വരകളാന്ന് പോലും റിയലൈസ് ചെയ്യില്ല അല്ലേ. നമ്മളിൽ പലരും കണ്ണാടി പോലും നോക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വരകൾ വീഴുക, അല്ലെ റിങ്കിൾസ് വീഴുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ കളറ് കുറഞ്ഞു പോവുക എന്നുള്ളത്. നമ്മൾക്ക് ഒരു ഏജിന് മുന്നേ വരെ നല്ല കളർ ഉണ്ടായിരുന്നായിരിക്കും, നമ്മുടെ ശരീരത്തിനാവട്ടെ ഫേസിനാവട്ടെ നല്ല കളർ ഉണ്ടാവും. ചിലർക്ക് ശരീരത്തിൻ്റെ കളർ ഫേസിൽ കാണാറില്ല. ഇതൊക്കെയും നമ്മൾ നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ 25-ന് മേളിലും 30-ക്ക് മേളിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ട്, ഹോർമോണിൻ്റെ വ്യത്യാസം കാരണം. അപ്പോൾ നമ്മൾക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നല്ലൊരു മോയ്സ്ചർ തിങ്ങി നിൽക്കുന്ന, ഫേസിനെ വെളുപ്പിച്ച് നല്ല പക്ക പളുങ്ക് പോലെ ആക്കി തരുന്ന ഒരു ഫേസ് പാക്ക് നമുക്കിന്ന് നോക്കാം. ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. നമുക്കിന്ന് എങ്ങനെയാണ് പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ ഫേസിന് നല്ല വൈറ്റ് കളർ തരികയും നമുക്ക് നല്ല ഒരു യങ് ലുക്ക് നമ്മുടെ ഫേസിന് തരികയും ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? ഫേസ് കുറച്ച് നല്ല ഫെയർ ആകുമ്പോൾ ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒന്നും അത്ര പെട്ടെന്ന് വിസിബിൾ ആയിരിക്കത്തില്ല. നമുക്ക് കുറച്ച് ഫേസ് ഇരുളുമ്പോൾ ആ ഫൈൻ ലൈൻസും ആ റിങ്കിൾസും ഒക്കെ, ആ വളവും ചുളിവും ഒക്കെ ഉള്ളിടം പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഫേസിനെ മാക്സിമം നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഫെയർ ആക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും വെച്ച് ബ്ലീച്ച് ചെയ്ത് ആവശ്യമില്ലാത്ത കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീമുകളൊക്കെ തേടിപ്പോയി ഫേസ് വെളുപ്പിച്ച് ബ്ലീച്ച് ചെയ്ത് വെക്കാനല്ല പറയുന്നത്. നമുക്ക് കിട്ടുന്ന മാക്സിമം ഫെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ വെയിലടിക്കാതിരിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു കളറാണ്. ഓക്കെ, ആ കളറിൻ്റെ കുറച്ചും കൂടെ ഒരു ഗ്രേഡ് മേളിൽ നമുക്ക് കിട്ടും കളർ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു കളർ കിട്ടാനും ചുളിവുകൾ മാറാനും കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനും കുഴികളൊക്കെ മാറാനും ഒക്കെ പറ്റുന്ന ഒന്നാണ്. നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് 15 ഡേയ്സ് യൂസ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അരച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം, എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ മാജിക്കൽ ഫേസ് പാക്ക് എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മളുടെ മാജിക്കൽ ഫേസ് പാക്കിലേക്ക് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഫെനുഗ്രീക്ക് ആണ്, ഉലുവയാണ്. ഉലുവ ഒരു നാച്ചുറൽ ഗ്ലോ എൻഹാൻസർ ആണ്. അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടിനെയും ഫൈൻ ലൈൻസിനെയും ഒക്കെ സൺ ടാനിനെയും ഒക്കെ മാറ്റുന്നതാണ്. നമ്മളുടെ മുഖത്തുണ്ടാകുന്ന എക്സസ് ഓയിലിനെ സെബത്തിനെയും ഒക്കെ മാറ്റി ആന്റി ഇൻഫ്ലമേറ്ററി കൂടിയാണ്. നമ്മളുടെ മുഖം സ്ലിം ആക്കുന്നതാണ്. ഉലുവ ഒരു രാത്രി മൊത്തം നമ്മൾക്ക് കുതിർക്കാൻ വെക്കാം. നമ്മൾ ഉലുവ മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇതിന്റെ കൂടെ നമ്മൾ ഉണങ്ങിയ പച്ചമുന്തിരി റൈസിൻസും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. റൈസിൻസ് ഒരു 2-3 മണിക്കൂർ മാത്രം കുതിർത്താൽ മതിയാകും. ഒരുപാട് കുതിർത്താൽ അതിന്റെ സ്വീറ്റ്നെസ് ഒക്കെ ആ വെള്ളത്തിൽ നമ്മൾക്ക് മിസ്സാകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നത്. കുതിർത്ത ഉലുവ ആണിത്. ഒരു രാത്രി മൊത്തം കുതിർക്കുമ്പോൾ അതിങ്ങനെ ബബിൾ പോലെ വീർത്ത് നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസി വരും. ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നമ്മൾക്ക് ഈ ഉലുവായും കുതിർത്ത മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി മാറ്റാം. ഈ ഉണങ്ങിയ മുന്തിരി നമ്മളുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാനും നമ്മളുടെ സ്കിന്നിന് ആഗ്നെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനും സ്കിൻ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ആന്റി ഏജിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന, ഏജിന്റെ സൈൻസിനെ മാറ്റുന്നതും സ്കിന്നിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ എൻഹാൻസ് ചെയ്ത് നമ്മൾക്ക് ഡബിൾ ഗ്ലോ തരുന്നതും കൂടിയാണ്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മളുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആകുകയും സ്കിന്നിൽ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ റിങ്കിൾസ് ഉണ്ടാകാൻ തുടങ്ങുന്നവർക്ക്, റിങ്കിൾസ് ഉള്ളവർക്കൊക്കെ ഈ പാക്ക് വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിലേക്ക്. നമുക്കിത് രണ്ടും കൂടെ അരച്ച പാക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലെടുത്ത് നമുക്ക് ഫസ്റ്റ് ഫേസിലേക്ക് നല്ലൊരു തിക്ക് ലെയർ ആണ് നമ്മൾ ഇടുന്നത്.
ഈ പാക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കാം. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ. നല്ല തിക്ക് പാക്കായിട്ട് ഫേസിൽ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് ലോക്ക് ചെയ്ത് കവർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഫേസിൽ നല്ല തിന്നായിട്ടുള്ള ഒരു ടിഷ്യൂ, നല്ല വൃത്തിയുള്ള ഫ്രഷ് ആയിട്ടുള്ള ടിഷ്യൂ തന്നെ എടുക്കണം. ഇത് നമ്മളുടെ പാക്കിന്റെ പുറത്തേക്ക് നമ്മളൊന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ മോയ്സ്ചർ നമ്മളുടെ ഫേസിൽ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയാണ്. ഇതിങ്ങനെ വെക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫേസ് ഡ്രൈ ആവില്ല. ഈ ഉലുവയുടെയും ഈ റൈസിൻസിന്റെയും വിറ്റാമിൻസും മിനറൽസും എല്ലാം നമ്മുടെ ഫേസിലേക്ക് കിട്ടും. ഇങ്ങനെ എടുത്തു മാറ്റാൻ വളരെ എളുപ്പമാണ്. സ്കിന്നിനെ ഹാം ചെയ്യാതെ, ഉരച്ച് കഴുകാതെ, വലിച്ചു പറിക്കാതെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഒരു സ്കിൻ കെയർ. വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കിൻ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ചേഞ്ച് ഭയങ്കര അതിശയിപ്പിക്കുന്ന ഒരു ഫെയർനെസ്സും ഒരു യൂത്ത്ഫുൾ ഗ്ലോയുമാണ് നമ്മുടെ സ്കിന്നിന് കിട്ടുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 15 ഡേയ്സ് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായോ? ആക്ച്വലി ഈ ഫേസ് പാക്ക് അറേബ്യൻ രാജകുമാരിമാരും സുന്ദരിമാരും ഒക്കെ ഫേസിൽ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നമ്മളും നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഉലുവയുടെ കൂടെ വേറെ കുറേ സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഉണക്കമുന്തിരി ചേർത്തിരിക്കുന്നുണ്ട്. ഉണക്കമുന്തിരി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഷുഗറിൻ്റെ ഒരു ഫാക്ടറി പോലെയാണ്. ഈ ഷുഗർ നമ്മുടെ ഫേസിനെ നല്ല കളർ തരാനും ബ്ലീച്ച് എഫക്റ്റ് കൊടുക്കുന്ന പോലെ നല്ല ഫെയർനെസ് തരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നേരിട്ട് ഷുഗർ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഷുഗർ നമ്മളുടെ ഫേസിലോട്ട് ഇടുമ്പോൾ ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലാതെ നല്ല ഒരു ക്ലിയർ ഫേസ് നമുക്ക് കിട്ടും. ഫേസ് നല്ല ക്ലീൻ ആകും. ഫേസിന് നല്ല ഒരു ഉന്മേഷം കിട്ടുകയും യുവത്വമുള്ള ഗ്ലോ കിട്ടുകയും സ്കിന്ന് യൂത്ത് ആവുകയും ചെയ്യും. നല്ല ഊഷ്മളതയുള്ള നല്ല ഐശ്വര്യമുള്ള സ്കിന്നല്ലേ നമ്മൾക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾക്ക് കുറേ വെളുപ്പിച്ച് കൊറിയൻ സുന്ദരിമാരെ പോലെ വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ നമ്മൾ എത്ര കളർ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഒറിജിൻ ഉണ്ടല്ലോ, നമ്മളുടെ ഡീനിലുള്ള നമ്മൾക്കുള്ള കണ്ണ്, നമ്മളുടെ പുരികം, നമ്മളുടെ ലിപ്സ്, നമ്മളുടെ ഫേസിലുള്ള ബാക്കിയുള്ള പാർട്സൊക്കെ നമ്മളുടെ ഒറിജിനെ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് തോന്നുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ തിരിച്ച് കിട്ടാനും ആരും ഒന്നും വിഷമിക്കേണ്ട. നമുക്ക് കുറച്ച് പ്രായമായി, ഇത്ര നാൾ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല എന്നൊക്കെ എന്നോട് ഒരുപാട് പറയുന്നവരുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നാളെ എന്നൊരു വാക്ക് സ്കിൻ കെയറിൽ പാടില്ല. ഇന്ന് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോയ്സ്ചർ നമ്മളുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാകണം. എബവ് 30 ആൻഡ് ഏജിങ്ങിൽ നമ്മൾക്ക് എബവ് 40, എബവ് 50, 60സിലൊക്കെ എപ്പോഴും മോയ്സ്ചർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ സ്കിൻ വലിഞ്ഞിട്ട് ചുളിവുകൾ വീഴുകയും റിങ്കിൾസ് വീഴുകയും ഒക്കെ ചെയ്യും. ഏറ്റവും കൂടുതൽ നമ്മൾ ഉള്ളിലോട്ടും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം. നിറയെ വെള്ളം ഉള്ളിലോട്ടും കുടിക്കണം. നമ്മളുടെ ശരീരത്തിലുള്ള ജലാംശം പുറത്തു പോയി നമ്മൾക്ക് കൊളാജൻ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞ് അങ്ങനെയാണ് നമ്മൾക്ക് കളർ കുറയുകയും നമ്മൾക്ക് ചുളിവുകൾ വീഴുകയും വരകൾ വീഴുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊന്നും ഒരു പ്രായമില്ല. നമ്മൾ എപ്പോഴും നമ്മളുടെ ഏർലി കോളേജസിൽ ഏർലി 20സിലുള്ള മൈൻഡ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി എനിക്ക് എന്ത് സ്കിൻ കെയറാ എന്ന് ചിന്തിക്കുന്നതിന് നമ്മൾ നമ്മളെ തന്നെ കളിപ്പിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾക്ക് എല്ലാം ആഗ്രഹമുണ്ട്. നല്ല സുന്ദരിമാരായിട്ടിരിക്കാനും, നല്ല സ്ലിമ്മായിട്ട് നല്ല ഭംഗിയായിട്ട് സാരി ഉടുക്കാനും, അല്ലെ ചുരിദാർ നല്ല ഷേപ്പിൽ കട്ട് ചെയ്തിടാനും, അല്ലെ നമ്മൾ എന്ത് തന്നെ ഡ്രസ്സ് ചെയ്താലും നമ്മുടെ ബോഡിക്ക് സ്യൂട്ട് ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സ്യൂട്ടാകുന്ന സമയത്ത് നമ്മുടെ ഫേസ് നല്ലതല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമാണ് അല്ലേ. അതൊരു വലിയ സങ്കടമാണ്. ഒന്നും വിഷമിക്കണം. നമ്മൾക്ക് ഇതുപോലുള്ള റെമഡീസ് നിറയെ ഉണ്ട്. നമ്മുടെ ഫേസ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരെയും ഉപദ്രവിക്കാതെ ചെയ്യുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു വിഷമവും വിചാരിക്കേണ്ട. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് പറ്റാഞ്ഞിട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് പേര് പറയും, ഓ നിനക്ക് ഏത് സമയം ഇതേ ഉള്ളു പരിപാടി. എന്നോട് കുറേ ജെൻസ് പറയാറുണ്ട്, ലേഡീസ് മാത്രമാണ് സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ കളിയാക്കുന്നു. ആ കളിയാക്കുന്ന ആളിനി ഫേസ് പാക്ക് ഒന്ന് രഹസ്യമായിട്ട് കൊടുത്തു നോക്കൂ, ആരും കാണാതെ അവരിടും. ഓക്കെ, സൗന്ദര്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രീമാണ്, അച്ചീവ് ചെയ്യണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഡ്രീമാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയാണല്ലോ മേക്കപ്പ് പ്രോഡക്ട്സ് വന്നത്. മേക്കപ്പ് പ്രോഡക്ട്സ് നല്ല ഒരു പാട് പോലും ഇല്ലാത്ത സ്കിന്നുള്ളവർ പോലും മേക്കപ്പ് ഇടും. എന്തുകൊണ്ടാണ്? ഒന്നും കൂടെ ബ്യൂട്ടി ആവാനാണ് നമ്മൾ മേക്കപ്പ് ഇടുക, അല്ലെ? മേക്കപ്പ് എപ്പോഴും എന്തിനാണ് ഇടുന്നത്? നമ്മളെ ഒന്നും കൂടെ സൗന്ദര്യമുള്ളവരാക്കിയും സുന്ദരന്മാരാക്കിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മേക്കപ്പ് ഇല്ലാത്ത സിനിമാ നടന്മാരില്ല, അല്ലേ? അവർ സിനിമയിൽ വരുമ്പോൾ അത് ഇടാറുണ്ട്. എന്തുകൊണ്ട്? അവരൊക്കെ ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്. സോ അവരുടെ ബ്യൂട്ടിയെ ഒന്നും കൂടെ പ്ലസ് ആക്കി എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വന്നത്. അതുപോലെ തന്നെ എത്ര തന്നെ മേക്കപ്പ് ഇട്ടാലും നമുക്കൊരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾക്ക് ബേസ് ആയിട്ടുള്ള സ്കിൻ കെയർ നമ്മൾക്ക് ചെയ്തിരിക്കണം. നമ്മളുടെ സ്കിന്ന് നന്നായിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു മിനിമം മേക്കപ്പിലൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല ക്ലാസി ആയിട്ട് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ. ഒരുപാട് മേക്കപ്പ് ഇട്ട് എന്താ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മളൊരു ക്ലാസി ആയിട്ട് നമ്മളൊരു മോഡസ്റ്റായിട്ടിരിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾക്ക് നമ്മളെ തന്നെ ഇഷ്ടമാകുന്ന ഒരു സമയമാണ്. നമ്മളുടെ സ്കിൻ കെയർ ചെയ്ത് നമ്മളൊന്ന് ബ്യൂട്ടി കെയർ ചെയ്ത് നമ്മളൊന്ന് നമ്മളുടെ ഒരു ബെറ്റർ വേർഷൻ കാണുമ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം തോന്നുകയും പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യാനൊരു ഉന്മേഷം തോന്നുകയൊക്കെ ചെയ്യും, അല്ലേ? നമ്മൾ നിർത്തി വെച്ചിരുന്ന ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെ? നമ്മൾ നിർത്തി വെച്ചിരുന്ന ഹോബീസ് ചെയ്യാം. നമ്മൾ ലൈഫിൽ മറന്നുപോയ പാട്ട് കേൾക്കുന്ന സ്വഭാവമൊക്കെ നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാനൊക്കെ പറ്റും. എഴുതുന്നവരുണ്ടെങ്കിൽ എഴുതാം. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ളവരാണ് എല്ലാവരും തന്നെ. ഒരു കഴിവും എനിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അതവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കണം. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഒരാൾക്ക് തന്നെ ഒരുപാട് ടാലൻറ്റുകൾ ഉണ്ടാകും. ആ ടാലൻറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫേസ് നന്നാകുകയും സ്കിൻ നന്നാകുകയും നമ്മളെ കൊള്ളാം എന്ന് നമുക്ക് തന്നെ തോന്നുകയും ചെയ്യുന്ന ഒരു പോയിന്റിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാകും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ കെയർ തുടങ്ങൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പായ്ക്ക് അടിപൊളിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഉലുവ മാത്രമായിട്ട് അരച്ച് തേക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഈ ഒരു ഗ്രീൻ ഗ്രേപ്സ് ഒന്നും കൂടെ അത് ഓവർനൈറ്റ് കുതിർക്കണ്ട, കുറച്ച് നേരം ഒന്ന് കുതിർത്തിട്ട് ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെ കുതിർത്താൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ കൂടെ അരച്ച് നല്ല പേസ്റ്റാക്കി ഇടുക. അതിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ നമ്മൾ വയ്ക്കുന്നത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മോയ്സ്ചറിനെ ഒന്നും കൂടെ നമ്മളുടെ ഫേസിലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു സൂതിങ് ഫീലിങ്സ് കിട്ടും. അതേപോലെ തന്നെ നമ്മളുടെ ഫേസിലേക്ക് ആ ഒരു മോയ്സ്ചറും അതിൻ്റെ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം തന്നെ അബ്സോർവ് ചെയ്ത് കിട്ടിയിട്ട് ഫേസ് സഡനായിട്ട് ഗ്ലോ ആകാൻ തുടങ്ങും. ഡേ 1 മുതൽ നിങ്ങൾക്ക് ആ ഗ്ലോ കാണാൻ പറ്റും. 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണണം വരെ ടേക്ക് കെയർ. വൺ മോർ തിങ്, ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ്. എപ്പോഴും എന്നും എപ്പോഴും എൻ്റെ കൂടെ നിങ്ങളുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങൾ അറിയിക്കുന്ന മെസ്സേജുകൾക്കും നിങ്ങൾ തരുന്ന നല്ല നല്ല കമൻസിനുമൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് എല്ലാവരോടും തന്നെ. യൂണിവേഴ്സിനോടും ദൈവത്തിനോടും നിങ്ങളോടും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ലൈഫ് എൻ്റെ സ്നേഹം ഞാൻ ഈ വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ്. കമൻറ്റിലും ഞാൻ റിപ്ലൈ തരുന്നത് സ്നേഹത്തോടെ തന്നെയാണ്. നിങ്ങൾ എനിക്ക് എങ്ങനെയാണോ സ്നേഹത്തോടെ കമൻ്റ് ഇടുന്നത് അതേ സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ തിരിച്ച് നിങ്ങൾക്കും റിപ്ലൈ തരുന്നത്. നിങ്ങളുടെ മെസ്സേജ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്, കമൻ്റായിട്ട് പോലും കാണാറില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവിടെ ടേക്ക് കെയർ.